ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ മെയിൻ കളിയാണ്. എന്ത്? നമ്മുടെ ആർപ്പിയാണ്, മെട്രോ ആർപ്പിയാണ്. അപ്പം ഒത്തിരി നാളുകൊണ്ടേ വരായിരിക്കുന്നു. എൻ്റെ ഉമ്മയുടെ ഫോണിനൊക്കെയാണ് കളിക്കുന്നത്. എൻ്റെ ഉമ്മയുടെ ഫോണിനൊക്കെയാണ് യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയും എടുത്തുകൊണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് അടുക്കാം. ചുമ്മാ രസത്തിന് കഴിച്ചു നമുക്ക് വീഡിയോ വെക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ കടയും കണ്ടു. ഇതുപോലത്തെ ഇങ്ങനെ ഓരോരോ ഷോപ്സ് ഉണ്ട്. നമുക്ക് ആർക്കും നമ്മൾ അയക്കുമല്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനകത്തേക്ക് മെസ്സേജ് ഒന്ന് അയച്ചു നോക്കാം. ഹായ് എന്ന് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും തിരിച്ച് ഹായ് ലിസ 24 എന്തേ ഗൈസ്. എനിക്ക് ഇത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കൊച്ചുങ്ങൾ നമുക്ക് VIP-കളൊക്കെ ഉണ്ട് ഗൈസ് ഇതിനകത്ത്. അവരൊക്കെ രാവിലെ 6 മണിക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് VIP-യുടെ വീട്ടിൽ കയറിയത്. നമ്മുടെ ഈ റോബോക്സിൽ ഇങ്ങനെ ക്യാഷ് ഒന്നുമില്ല, പിന്നെ ഫ്രീ ആയിട്ട് നമ്മളൊത്തിരി ഡ്രസ്സൊക്കെ ഇതിനകത്തുണ്ട്. അത് ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ നല്ലതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. റിയലായിട്ട് ക്യാരക്ടറിൻ്റെ മാറ്റമൊക്കെ കിട്ടും. ഒന്നെ ഞാൻ ക്യാരക്ടറിന് അപ്പം നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് വേറെ പേര് എല്ലാവരും കിട്ടുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടായിരിക്കും. 24 എടുത്തോട്ട് നമുക്ക് പേര് വിളിക്കുന്നത് രസമാണ് ഗൈസ്. ആ പെണ്ണ് ഇവിടെ ഇല്ലെന്ന് ഗൈസ്, എന്നെ ചതിച്ചു ഗൈസ്. ആ കുട്ടി അവിടെ ഇല്ലെന്ന്. നിങ്ങൾ സൈഡിൽ കണ്ടില്ലായിരുന്നു ഒരു സാധനം? അത് തന്നെയാണ് എൻ്റെ മെയിൻ. ലോക്കിയാണ് നമ്മൾ മാത്രം കയറുന്നത്. ഞാനിപ്പോൾ എവിടെ എത്തി? ഞാൻ ആദ്യം ആരെ അറിയില്ല. സ്കൂളുണ്ട്. നമ്മുടെ ഹൈസ്കൂൾ എഞ്ചിനാണ്. ആ ഒരു ഇതിലാണ് ഇന്ത്യൻ സ്കൂളൊക്കെ പറയാം. ഹിന്ദി നാട്ടിൽ എന്നൊക്കെ പറയാം കേട്ടോ. എനിക്കറിയത്തില്ല ഗൈസ്, ഹിന്ദി നാട്ടിലാണോ ഇനി നമ്മുടെ നാട്ടിലെയാണോ ഏത് നാട്ടിലാണെന്നൊന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ ചിൽഡ്രൻസിൻ്റെ ഡ്രസ്സ്, അതുപോലെ യൂണിഫോം. ഇതാണ് ചുമ്മാ എറിയും കിട്ടിയാണ് യൂണിഫോം. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാമെങ്കിൽ നമ്മുടെ ഫോട്ടോ നമ്മൾ ടീച്ചറായിരിക്കുന്നു. സോറി ഗൈസ്, ഇപ്പോൾ ടീച്ചറിൻ്റെ ഡ്രസ്സ് വന്നിപ്പോൾ മനസ്സിലായിരിക്കുന്നു. നമുക്ക് ക്യാൻസൽ ചെയ്യാം ഗൈസ്. നമ്മുടെ പഴയ ഡ്രസ്സ് ഞാൻ പഴയ ഡ്രസ്സ് വീണ്ടും മാറ്റി ഗൈസ്. അവിടുത്തെ ഡ്രസ്സും ചെറുത് ഗേൾസും ഡ്രസ്സൊക്കെ. ഇതാണ് ഗൈസ് നമ്മുടെ പ്രിൻസിപ്പൽ മാമിൻ്റെ റൂമാണിത്. അത്രയും സ്പേസ് ഒന്നും ഇല്ല. റിയൽ സ്കൂളിലെല്ലാം എത്ര സ്പേസ് ഒക്കെ ഉണ്ട്, ഓടിക്കടി നടക്കുന്നു. പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ക്ലാസ് റൂമാണോ? അല്ല ഗൈസ്, ഇത് ഡ്രോയിങ് റൂമാണ്. നമുക്കിവിടെ ഡ്രോ ചെയ്യാം. ഞാൻ ചുമ്മാ രസത്തിന് ഹാർട്ടൊക്കെ വരച്ച് ചെറിയൊരു കളർ കൊടുക്കാം. എന്തൊക്കെയാണ് ഈ ആൾക്കാരൊക്കെ കളറ് എടുത്തു ചുമ്മാ ഇങ്ങനെ അടിച്ച് വെച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. പിന്നെ നമുക്ക് ഇതെല്ലാം ആരൊക്കെ തുറന്നിട്ടിട്ട് പോയി. എനിക്കത് വരച്ചിട്ട് ഫോട്ടോ വേണമെങ്കിൽ ക്രെഡിറ്റ് വേണ്ടി. ഇനി നമുക്ക് സെക്കൻഡ് റൂം ആർട്ടറി റൂമിൽ തന്നെ വീണ്ടും വന്ന് വെച്ചു. പിന്നെ നമുക്ക് ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട്, സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന സ്ഥലം. അത് പ്ലേ ഗ്രൗണ്ടിൽ
അവിടെയും ഉണ്ട് ഗൈസ് നമുക്ക് ബോയ്സിനും ഗേൾസിനും പറ്റിയതാ തരം ഡ്രസ്സ്. നമുക്ക് ഗേൾസിന് ഡ്രസ്സ് ഏതാണെന്ന് എനിക്ക് കണ്ടിട്ടൊന്നും വീഡിയോ ഒന്നുമില്ല, എല്ലാം ഒരുപോലെ കീഴ്പ്പുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ലോക്കർ തുറക്കാം കേട്ടോ. ലോക്കർ നമ്മുടെ ലോക്കറായിരിക്കും, ലോക്കർ തുറക്കാം. ഓ അടയ്ക്കാം, ഇതൊക്കെ നമ്മുടെ ഒരു ചോയ്സാണ്. പിന്നെ ടീച്ചറിൻ്റെ റോള്, എന്ത് റോള്, ടീച്ചറിൻ്റെ സ്ഥലമാണിത്. നമ്മളപ്പം ടീച്ചറെന്ന് വെച്ചാൽ എന്താ ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ ടീച്ചറിൻ്റെ സ്റ്റാഫ് റൂമിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ റോബ്ലോക്സ് ആണ് ഇതിനകത്തെടുത്ത് കളിക്കുന്നത്. അത് ന്യൂ ഫാഷനാണ് ഗൈസ്, ഇത് ചെയ്യാൻ ഇപ്പോഴത്തെ ടീച്ചർ എങ്ങനെയാണ്. നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് ഇത് മാത്രമല്ല, ഇങ്ങോട്ടുണ്ട് സ്ഥലം, ഇതെന്തോ എനിക്കറിയത്തില്ല. PT സ്ഥലമാണ്. ഇത് ഡാൻസ് ചെയ്യുന്ന കണ്ണോ ഗൈസ്. ഞാനിതൊരു യോഗ ചെയ്യുവാണ് ഡാൻസ് ചെയ്യുവാണ് സംശയം എനിക്ക്. ഇവിടെയും നമുക്കിന്ന് ഡാൻസ് ചെയ്യല്ലേ, ഇരുന്നൊക്കെ നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള സ്പേസ് കൊണ്ടുപോകുന്നത്. ഇവിടെ നേരെ പോയി എത്തുമ്പോൾ നമ്മൾ നേരത്തെ സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത്. ഇവിടെ ഇതല്ലാതെ വേറൊന്നും ഇല്ലേ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കും. ഇത് ക്യാൻറ്റീനാണ് ഗൈസ്, നല്ല രസമുണ്ട് ക്യാൻറ്റീൻ. കേക്ക് നമുക്ക് ഇതിനകത്ത് ജ്യൂസ് ടേക്ക് ചെയ്യാൻ പറ്റും. ഇതാ കൊക്കക്കോളയാണ് ഞാൻ ടേക്ക്. എനിക്കൊന്നും അപ്പം നമുക്കിതാ അപ്പം നമ്മൾ കണ്ട സ്ഥലം ഇതാണ്. ഒത്തിരി പേര് എനിക്ക് അങ്ങനെ കമൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ലൈബ്രറി കാണുന്നുണ്ട്. ലൈബ്രറിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം, ടേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് റിയലായിട്ടും അറിയത്തില്ല കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം ടേക്ക് ചെയ്യാമെന്ന് ഞാൻ ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ടേക്ക് ചെയ്യാൻ പറ്റാത്തതായി. പിന്നെ ടീച്ചർ റോൾ ഐറ്റം നമുക്കിതാ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു ഗായ്സ്. ഇവിടെ ടേക്കെന്ന് നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്? ടേക്കെന്ന് അപ്പോൾ നമ്മളൊരു ബുക്ക് നമ്മൾ ടേക്ക് ചെയ്ത് രസത്തിന് നമ്മൾ ടേക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ റോൾ എന്തുവാ എനിക്കറിയത്തില്ല. നമ്മുടെ റോൾ ഈ ടീച്ചർ. അത് പോട്ടെ, നമുക്ക് നടക്കാം. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി, ഇങ്ങനെ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നി ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസ് അല്ല, സോറി, ഇതൊക്കെ പറയുന്നത് ഇതങ്ങനെ വാങ്ങി. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ ചില്ല് പോലെ എനിക്ക് തോന്നുന്നുള്ളത്. ഇവിടെ ഞാനിങ്ങനെ എനിക്ക് സ്ഥലമൊക്കെ നല്ല രസമുണ്ട്. ഇതെന്തുവാണ് സ്റ്റോറിങ്, ഇതെന്ത് സ്റ്റോറാ? ഇത് സ്റ്റോറ് തന്നെ. 1-2 ഞാനതിനെ തൂക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഇരിക്കട്ടെ ഗൈസ്. ഒരെണ്ണം നമുക്ക് വീട്. അപ്പം നമുക്ക് ഇപ്പം നമ്മളിവിടെയൊക്കെയാണത്. നമ്മുടെ ഹൈസ്കൂളാണ്. നമുക്ക് ഡ്രസ് ഷോപ്പിൽ അതുപോലത്തെ സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ മാപ്പ് യൂസ് ചെയ്യും കേട്ടോ. പല ആൾക്കാർക്കും സംശയം കാണും ഈ ഒരു ഗെയിം ഭയങ്കര നമുക്ക് ഫ്രണ്ട്സോട് ചാറ്റ് ചെയ്യും. എല്ലാത്തിനെയും പോലെയല്ല, നമ്മുടെ റോബ്ലോക്സിൽ